ആർട്ടിക്കിൾ അംഗങ്ങളായ എ ആൻഡ് ഇവ പരീക്ഷയ്ക്ക് കൂടുതൽ കറക്റ്റായ വിധത്തിൽ ഉപയോഗിക്കുന്ന ഒരു മെത്തേഡാണ് നമ്മൾ ഇന്ന് ഡിസ്കസ് ചെയ്യുന്നത്. ആദ്യം നമുക്ക് പരീക്ഷയ്ക്ക് ഈ ചോദ്യം വരുന്നത് ഒന്ന് മനസ്സിലാക്കാം. ഇവിടെ നോക്കുക, ഡാഷ് ഓറഞ്ച്, ഒരു ഫിൽ ഇൻ ദ ബ്ലാങ്ക്സ് വന്നിരിക്കുന്നു. അതിനുശേഷം ഓറഞ്ച് എന്ന വാക്ക് തന്നിരിക്കുന്നു. ബ്രാക്കറ്റിൽ എയും ആനും കൊടുത്തിരിക്കുന്നു. ഇതിൽ നിന്ന് ഒന്നുകിൽ എ ചേർക്കണം, അല്ലെങ്കിൽ ആൻ ചേർക്കണം. എ ചേർക്കുന്നിടത്ത് ആൻ ചേർക്കാൻ പറ്റില്ല, ആൻ ചേർക്കുന്നിടത്ത് എയും ചേർക്കാൻ പറ്റില്ല. എന്നാൽ എയുടെയും ആനിന്റെയും അർത്ഥം ഒന്ന് എന്ന് ആണ്. ഇതാണ് ചോദ്യം. അപ്പൊ ഈ ഫിൽ ഇൻ ദ ബ്ലാങ്ക്സ് നമ്മൾ കറക്റ്റ് ആയിട്ട് ഫില്ല് ചെയ്യണം. അവിടെ നമ്മളുടെ പരീക്ഷണം കഴിഞ്ഞു. ഇനി രണ്ടാമതായിട്ട് നമ്മൾ നോർമലി താഴ്ന്ന ക്ലാസ് മുതൽ പഠിച്ചു വന്ന രീതി അനുസരിച്ച് എപ്രകാരമാണ് ഇതിന് ഉത്തരം എഴുതാറുള്ളത് സാധാരണഗതിയിൽ എന്നുകൂടെ നോക്കാം. നമ്മൾ ഇംഗ്ലീഷിലെ വവൽ സൗണ്ട്, സ്വര ശബ്ദങ്ങൾ എ, ഇ, ഐ, ഓ, യു, ഒരു തട്ടുമുട്ടും ഒക്കെ കിട്ടുമ്പോൾ നിലവിളിക്കുന്ന ശബ്ദങ്ങളില്ലേ, അതിലൊരെണ്ണം ആണ് വാക്ക് തുടങ്ങുന്നതിന് മുമ്പ് ഉപയോഗിച്ചിരിക്കുന്നതെങ്കിൽ നമ്മൾ ആൻ ചേർക്കും. ഇവിടെ ഓറഞ്ചിന്റെ കാര്യത്തിൽ അങ്ങനെയാ വന്നേക്കണത്. ഓ, എ, ഇ, ഐ, ഒ, യുവിന്റെ അകത്ത് വന്നിട്ടുണ്ട്. വവൽ സൗണ്ടിലാണ് വാക്ക് ആരംഭിച്ചിരിക്കുന്നത്. സോ നമ്മൾ ആൻ ചേർത്തു. വവൽ സൗണ്ട് അല്ലാത്ത വാക്കുകളിലൂടെയാണ് പോകുന്നതെങ്കിൽ നമ്മൾ എ ചേർക്കും. എന്നാൽ എല്ലായ്പ്പോഴും ഇത് നമുക്ക് ശരിയായി വരണമെന്നില്ല ഈ മെത്തേഡ്. അതുകൊണ്ടാണ് നമ്മൾ ഇന്ന് ഈ പുതിയ രീതി ഡിസ്കസ് ചെയ്യുന്നത്. നമുക്ക് 2-3 വാക്കുകൾ നോക്കാം. ഡാഷ് കാർ, അടുത്തത് ഡാഷ് ആപ്പിൾ, ഇനി ഒരു വാക്ക് ഡാഷ് MP, മറ്റൊരു വാക്ക് ഡാഷ് യൂറോപ്യൻ. ഇതിലേക്ക് നമ്മൾ എയും ആനും ചേർക്കുമ്പോൾ ഒന്നാമത്തത് എടുത്തേ ഡാഷ് കാർ, നമുക്ക് പെട്ടെന്ന് എ കാർ എന്ന് ചേർക്കാൻ തോന്നും നമ്മൾ പഠിച്ച സിസ്റ്റം അനുസരിച്ച്. രണ്ടാമത്തത് ആപ്പിളിന് മുൻപിൽ നമ്മൾ ആൻ ചേർക്കും. മൂന്നാമത് വന്നിരിക്കുന്നത് MP, എം വവൽ സൗണ്ട് അല്ല എന്ന ഫീൽ ഉള്ളത് കൊണ്ട് നമ്മൾ അവിടെ എ ചേർത്ത് കൊടുക്കും. അടുത്തത് യൂറോപ്യൻ, ഇയും യുവും സ്വരാക്ഷരത്തിൽ വവൽ സൗണ്ടിൽ തുടങ്ങുന്നതുകൊണ്ട് ഉറപ്പായിട്ടും നമുക്ക് ആൻ ചേർക്കാനുള്ള ടെൻഡൻസി ഉണ്ടാകും. ഓക്കെ, ഇനി ഇതിന്റെ ഉത്തരങ്ങൾ നോക്കുമ്പോൾ ആദ്യത്തെ എ കാർ ശരിയാണ്, അതുപോലെ ആൻ ആപ്പിൾ ശരിയാണ്. പക്ഷെ MP തെറ്റിപ്പോയി, ആൻ യൂറോപ്യനും തെറ്റാണ്. ഇനി ഈ തെറ്റിയത് എങ്ങനെ എന്ന് നമ്മളൊന്ന് കറക്റ്റ് ചെയ്യാം കേട്ടോ. ഇതിന് 2-3 കാര്യങ്ങൾ നമ്മളുടെ മനസ്സിലേക്ക് കൊണ്ടുവരണം. അതിൽ ഒന്നാമത്തത്, ഈ കാർ, ഡാഷിന്റെ പുറകിലുള്ള കാർ എന്ന വാക്കുണ്ടല്ലോ, ആ വാക്കിനെ, അതായത് ഡാഷിന്റെ പിന്നിലുള്ള വാക്കിനെ നമ്മൾ നമ്മളുടെ മാതൃഭാഷയിലേക്ക്, ഏതാണോ നമ്മുടെ ഭാഷ അതിലേക്ക് മാറ്റാം. നമ്മുടെ ഇപ്പോൾ യൂസ് ചെയ്യുന്നത് മലയാളം ആയതുകൊണ്ട് നമ്മൾ മലയാളത്തിലേക്ക് മാറ്റുന്നു. സോ ഫസ്റ്റ് തിങ്, കാർ എന്ന ഈ വാക്കിനെ നമ്മൾ മലയാളീകരിക്കുന്നു. കാർ എന്ന് മലയാളത്തിൽ അതുപോലെ എഴുതുന്നു. അതിനുശേഷം നമ്മൾ ഈ കാറിന്റെ ആദ്യത്തെ അക്ഷരം ക എന്ന് പറയുന്ന അക്ഷരം മാത്രം റൗണ്ട് ചെയ്യും നമ്മുടെ മനസ്സിൽ, ആൻസർ പേപ്പറിലല്ല കേട്ടോ. ഇനി ഈ ക എന്ന് പറയുന്ന അക്ഷരം നമ്മുടെ മാതൃഭാഷയിലെ സ്വരാക്ഷരങ്ങളിൽ, മാതൃഭാഷയിലെ സ്വരാക്ഷരം ആ മുതൽ അം വരെയുള്ളത്, ആ ഇ എന്ന് പറഞ്ഞു പോകുന്ന അക്ഷരങ്ങളിൽ ഉണ്ട് എങ്കിൽ ആൻ ചേർക്കുക, ഇല്ല എങ്കിൽ എ ചേർക്കുക. നോക്കൂ, ക എന്ന് പറയുന്ന അക്ഷരം ആ മുതൽ അം വരെയുള്ള അക്ഷരത്തിന്റെ അകത്തുണ്ടോ? ഇല്ല. അപ്പൊ നമ്മൾ എന്ത് ചേർക്കണം? എ ചേർക്കണം. ഉത്തരം ശരിയാണ്. രണ്ടാമത്തെ നോക്കൂ, മലയാളീകരിക്കുമ്പോ ആപ്പിൾ എന്നാണ് കിട്ടുന്നത്. ആ ആപ്പിളിന്റെ ആദ്യത്തെ അക്ഷരം റൗണ്ട് ചെയ്ത് നോക്കിക്കേ, ആപ്പിൾ കണ്ടോ, ആ പറഞ്ഞു പോകുമ്പോ അതിൻ്റെ അകത്തുണ്ട്. സോ സ്വരാക്ഷരമാണ് മലയാളത്തിലെ, നമ്മൾ എന്ത് ചേർത്തു? ആൻ ചേർത്തു. ഇനി തെറ്റിപ്പോയ വാക്കിലേക്ക് വന്നേ. നമ്മൾ MP മലയാളത്തിൽ എഴുതുമ്പോൾ ആദ്യം MP എന്ന് വരുന്നു. ഇനി അതിന്റെ ഫസ്റ്റ് സൗണ്ട് എടുത്തേ നമ്മൾ എ.
സ്വരാക്ഷരത്തിലില്ലേ ആ മുതൽ അം വരെ പറഞ്ഞു പോകുമ്പോൾ അതിൻ്റെ അകത്ത് എ ഇല്ലേ? ഉണ്ട്. അപ്പൊ നമുക്ക് അവിടെ ചേർക്കേണ്ടത് എന്താ? ആൻ. നമ്മൾ ആദ്യം ചേർത്ത എ തെറ്റായിരുന്നു. ഏതാണ് ശരി? ആൻ. ഇനി അടുത്തത് നോക്കിക്കേ, യൂറോപ്യൻ. നമ്മൾ മലയാളീകരിക്കുക. അപ്പൊ ആദ്യം വരുന്ന സൗണ്ട് ശ്രദ്ധിച്ചേ, യാ. മലയാളത്തിലെ സ്വരാക്ഷരത്തിൽ യാ ഉണ്ടോ? ഇല്ല. അപ്പൊ നമുക്ക് അവിടെ എന്താ ശരിക്കും വരേണ്ട ആൻസർ? എ ആണ്. അപ്പോ നമുക്കൊന്ന് കൺക്ലൂഡ് ചെയ്യാം. എ ആൻ ചേർക്കേണ്ട സമയത്ത് ഫിൽ ഇൻ ദ ബ്ലാങ്ക്സ് അഥവാ ഡാഷിന് പിന്നിലുള്ള വാക്ക് നിങ്ങളുടെ മാതൃഭാഷയിലേക്ക് മാറ്റുക. രണ്ടാമത്തത്, മാതൃഭാഷയിലേക്ക് മാറ്റിയ വാക്കിന്റെ ആദ്യത്തെ ശബ്ദം എടുക്കുക. ലാസ്റ്റ് തിങ്, ആ ശബ്ദം നമ്മുടെ മാതൃഭാഷയിലെ സ്വരാക്ഷരങ്ങളിൽ ആ മുതൽ അം വരെയുള്ള അക്ഷരങ്ങളിൽ ഉണ്ട് എങ്കിൽ ആൻ ചേർക്കുക, ഇല്ല എങ്കിൽ എ ചേർക്കുക. ഇനി നമുക്ക് യാതൊരുവിധ പരിഭ്രമവും കൂടാതെ എ ആൻ എന്ന് പറയുന്ന ക്വസ്റ്റ്യൻ ഇതുപോലെ കൃത്യമായി ചെയ്യാം.